കന്നിമൂല ഇവിടെ ഒരു കുറ്റി അടിച്ചതിന് ശേഷം ഇതിന്റെ സൗത്തിലോട്ടോ ഇതിന്റെ വെസ്റ്റിലോട്ടോ പിന്നെ പണി എടുത്തപ്പോഴാണ് നമ്മുടെ യഥാർത്ഥ കന്നിമൂല നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ ഒരു കാരണവശാലും കന്നിമൂല നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. പോയി കഴിഞ്ഞാൽ ഗൃഹനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, പല കാര്യത്തിലും ഗൃഹനാഥയ്ക്ക് ഒരു അഭിവൃദ്ധി ഇല്ലാത്തൊരവസ്ഥ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതൊക്കെ ഇതിന് കാരണമാകാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് കയ്യിൽ നിൽക്കാതെ നഷ്ടപ്പെട്ടു പോയതിന്റെ കാരണം ഒരുപക്ഷെ നമ്മുടെ കന്നിമൂലയായിരിക്കാം. ആ കന്നിമൂല നഷ്ടപ്പെട്ടു പോയെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് ഒരു വീടിന്റെ പ്ലാനിലൂടെ നമുക്ക് നോക്കാം. ഇതിന്റെ വെസ്റ്റ് പടിഞ്ഞാറ് വശവും ഇതിന്റെ തെക്ക് വശവുമാണ്. അപ്പോൾ നമുക്കറിയാം തെക്കും പടിഞ്ഞാറും കൂടെ കൂടിച്ചേർന്ന ഈ തെക്ക് പടിഞ്ഞാറ് മൂലയാണ് യഥാർത്ഥ കന്നിമൂല എന്ന് പറയുന്നത്. ഇവരെ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ വീടില്ല, ഞാൻ ഈ റെഡ് ലൈനിൽ വരച്ചിരിക്കുന്നത് ഇവരുടെ കന്നിമൂല പിടിച്ച് കാണിച്ചിരിക്കുകയാണ്. അപ്പം ഇവർക്ക് ഈ തെക്ക് പടിഞ്ഞാറ് എവിടെയാണ് ഇവിടെ മാസ്റ്റർ ബെഡ്റൂം നിൽക്കുന്നത്. ഈ മാസ്റ്റർ ബെഡ്റൂമിന്റെ ഈ ഒരു ഏരിയ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്നതെന്ന് പറയാൻ കാരണം എന്താണ്? അവരുടെ സൗത്തിലും സൗത്ത് ഈസ്റ്റിലും വർക്ക് ഏരിയ, സ്റ്റോർ, കോമൺ ടോയ്ലറ്റ് ആയിട്ടുണ്ട്. അതേസമയം അതിന് പാരലായിട്ട് തെക്ക് പടിഞ്ഞാറ് വരുന്ന ഈ ഒരു മൂലയിൽ അവർക്ക് റൂമില്ല. ഇതേ തെറ്റ് തന്നെ എവിടെയും സംഭവിച്ചിട്ടുണ്ട്, ഇതിന്റെ പടിഞ്ഞാറ് വാക്കിലും സംഭവിച്ചിട്ടുണ്ട്. പടിഞ്ഞാറ് ഇവർ ഈ മെയിൻ ഭിത്തിയിൽ നിന്നും പുറകിലോട്ട് ഇറക്കി ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് പണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ടോയ്ലറ്റ് വെളിയിൽ പോയപ്പോൾ സ്വാഭാവികമായും ഇതിന്റെ കന്നിമൂലയും പുറത്തേക്ക് പോയി, ഇവിടെ കന്നിമൂല നഷ്ടപ്പെട്ടു. അതായത് തെക്കിൽ നിന്നും കന്നി പോയി, പടിഞ്ഞാറിൽ നിന്നും കന്നി പോയി. അപ്പോൾ കന്നിയുടെ ഒരു വലിയ ഭാഗം ഈ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ചിലർ ഈ ഒരു പ്രശ്നം നമ്മളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ പറയും, നമ്മളൊരാളിനെ വിളിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു, കാണിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, ഇപ്പോൾ ഇവിടെ നമ്മുടെ മെയിൻ ഫ്ലോറിൽ നിന്നും ഒരടിയോ രണ്ടടിയോ താഴ്ത്തിക്കൊണ്ട് ഇത് ചെയ്യുകയാണെങ്കിൽ അത് കണക്കിപ്പെടുത്തത്തില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ടും അതിനുശേഷം ഈ പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടാവും. കാരണം ഇതുമായിട്ട് കൂട്ടിച്ചേർത്തിട്ട് നിങ്ങൾ താഴ്ത്തിച്ചതാലും പൊക്കിച്ചതാലും ഇത് ഉറപ്പായിട്ടും നിങ്ങളുടെ വീടിന്റെ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളെ ബാധിക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരത്തിലാണ് നമ്മുടെ കന്നിമൂലയെ പറ്റി മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു വീടിന് കുറ്റിയടിക്കുന്ന ഒരു പക്ഷേ ഇവിടെ ആയിരിക്കാം. അപ്പോൾ നമ്മുടെ കന്നിമൂല ഇവിടെയാണെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ കന്നിമൂല ഇവിടെ ഒരു കുറ്റി അടിച്ചതിന് ശേഷം ഇതിന്റെ സൗത്തിലോട്ടോ ഇതിന്റെ വെസ്റ്റിലോട്ടോ പിന്നെ പണി എടുത്തപ്പോഴാണ് നമ്മുടെ യഥാർത്ഥ കന്നിമൂല നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ ഒരു കാരണവശാലും കന്നിമൂല നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണമാകും. സാമ്പത്തിക പ്രശ്നങ്ങളല്ല, മറ്റു പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കന്നിമൂല എന്ന് പറയുമ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഫംഗ്ഷി പ്രകാരം പറയുകയാണെങ്കിൽ ആ വീട്ടിലെ ഗൃഹനാഥയുടെ ഡയറക്ഷനാണ്. ഗൃഹനാഥയുടെ ഡയറക്ഷൻ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് ആരെ ബാധിക്കും? ഗൃഹനാഥയെ ബാധിക്കും. ഏത് രീതിയിൽ ബാധിക്കും? ഗൃഹനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, പല കാര്യത്തിലും ഗൃഹനാഥയ്ക്ക് ഒരു അഭിവൃദ്ധി ഇല്ലാത്തൊരവസ്ഥ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതൊക്കെ ഇതിന് കാരണമാകാനുള്ള സാധ്യതയുണ്ട്. 100 വീട്ടിലും സംഭവിക്കുമെന്ന് പറയല്ല, 99 വീട്ടിലും സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ പുതിയൊരു വീട് വയ്ക്കുമ്പോൾ അത്തരത്തിൽ സംഭവിക്കാതെ നോക്കുക. വെച്ചുപോയ വീടിന് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലളിതമായ ചില ഫംഗ്ഷി മാർഗങ്ങളിലൂടെ നമുക്കതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അത് യഥാർത്ഥത്തിൽ ഓരോ വീടുകളിലും ചെന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് കൃത്യം പറയാൻ പറ്റുന്നത്. കാരണം പലരും ഈ ദിക്കുകൾ പറയുന്നത് തെറ്റായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഫംഗ്ഷിയിൽ എല്ലാ കാര്യങ്ങളും ദിക്കുകളെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ദിക്ക് തെറ്റിയാൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ മൊത്തവും തെറ്റും. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ചെന്ന് കൺസൾട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നത്. അതല്ല, കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ കോമ്പസിൽ നിങ്ങളുടെ ദിക്ക് കറക്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കത് ഓൺലൈൻ കൺസൾട്ടിംഗ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാൻ പറ്റും, പ്രശ്നം പറയാനും പറ്റും. ഓക്കെ, നമുക്ക് ചില ഫംഗ്ഷിയുടെ ചില ടൂളുകളിലേക്ക് ഇപ്പോൾ ഫംഗ്ഷിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു വീടിനൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പൊളിച്ചു മാറ്റലുകൾ കൂടാതെ ചില എലമെൻറ്റുകളോ ചില ടൂളുകളോ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ സൗഭാഗ്യത്തെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതിൽ 2-3 ടൂളുകൾ പരിചയപ്പെടുത്താം. ഇതൊരു ക്രിസ്റ്റൽ ബോളാണ്. ഇതെന്ന് പറയുന്നത് എലമെന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ടൂളാണ്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റൽ എന്ന് പറയുന്നിട്ടുള്ള എർത്ത് എനർജിയെ സൂചിപ്പിക്കുന്ന ടൂളാണ്. ഇപ്പോൾ ഇത് സൗത്ത് വെസ്റ്റ് കോർണർ മിസ്സിംഗ് ആയി കഴിഞ്ഞാൽ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഇത് സ്ഥാപിച്ചുകൊണ്ട് ആ നഷ്ടപ്പെട്ടു പോയ എനർജിയെ അവിടെ വീണ്ടും കൊണ്ടുവരാനായിട്ട് ഈ ക്രിസ്റ്റൽ ബോളുകൾക്ക് സാധിക്കും. ഇത് മിസ്റ്റിക് നോട്ട് എന്ന് പറയുന്ന ഒരു സിമ്പിൾസ് ആണ്. ഒരു വീടിന്റെ സൗത്ത് വെസ്റ്റ് മിസ്സിംഗ് ആയി കഴിഞ്ഞാൽ അവിടെ ലിവിംഗ് റൂമിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഇത്തരത്തിലുള്ള ഒരു മിസ്റ്റിക് നോട്ട് സിമ്പിൾ വെക്കുന്നതും കുടുംബങ്ങളുടെ ഐക്യത്തിന് വളരെ നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട്. ഒരു ടൂളും കൂടെ നമുക്ക് പരിചയപ്പെടാം. ഒരു വീട്ടിലേക്ക് കടന്നു വരുന്ന നെഗറ്റീവായിട്ടുള്ള എനർജിയിൽ നിന്നും വീടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വീടിന്റെ പ്രധാന വാതിലിലോട്ട് നോക്കി വാതിലിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇത്തരത്തിൽ ഉള്ള ഒരു കുവാൻ കിങ്ങിന്റെ സ്റ്റാച്ചു, കയ്യിൽ ഒരു വാളും കൊണ്ട് നിൽക്കുന്ന ഒരു കുവാൻ കിങ്ങിന്റെ സ്റ്റാച്ചു മെയിൻ ഡോറിലോട്ട് നോക്കി നിൽക്കുന്നത് വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജികളിൽ നിന്നും വീടിനെ സംരക്ഷിക്കാൻ നല്ലൊരു ടൂളായിട്ട് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുയിൽ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.